ആദ്യം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മോട്ടീവ് എന്നുള്ളത്. പക്ഷേ അത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുകയാണല്ലോ ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷികളായിരുന്നു മഞ്ജു വാര്യർ, അതുപോലെ തന്നെ ഇരയുടെ മൊഴികൾ, അതുപോലെ ഗീതു മോഹൻദാസിൻ്റെ മൊഴി, സംയുക്ത വർമ്മയുടെ മൊഴി. പക്ഷേ കോടതി അത് വിശ്വാസത്തിൽ എടുക്കാത്തതിന് കാരണം എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തലിൽ? ഈ ഗൂഢാലോചന പ്രൂവ് ചെയ്യുന്നതിന് അടിസ്ഥാനപരമായി ഇങ്ങനൊരു ഗൂഢാലോചന ചെയ്യുന്നതിനുള്ള ഒരു മോട്ടീവ്, ഇങ്ങനെ ഗൂഢാലോചന ചെയ്ത് ഇങ്ങനൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെടാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാരണം വേണം. ആ കാരണം മോട്ടീവായിട്ട് ഒരു സൈഡിൽ നിൽക്കും, ഇന്ന മോട്ടീവ് എന്ന് പറയാം. ആ മോട്ടീവ് അസേർട്ട് ചെയ്യണം, ഒന്ന്. രണ്ട്, ആ മോട്ടീവ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ഒഫൻസ് ചെയ്യുന്നതിനായി മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഉണ്ടാകണം. വ്യക്തികൾ ഒന്നിച്ചു കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഇന്നതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ആലോചിച്ച് തീരുമാനമെടുക്കണം. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അങ്ങനെ തീരുമാനിക്കുന്നത് എന്നത് മോട്ടീവിൽ നിൽക്കും. എന്നാൽ എപ്പോഴാണ് അങ്ങനെ തീരുമാനിച്ചത്, അതോ അങ്ങനെ തീരുമാനിച്ചോ, ആരൊക്കെ ഉണ്ടായിരുന്നു, എവിടെ വെച്ചായിരുന്നു, എപ്പോഴായിരുന്നു, ഇതൊക്കെ തെളിയിക്കണം. ഈ കോൺസ്പിറസി സൈഡ് തെളിയിക്കലാണ് എപ്പോഴും എല്ലാ കേസിലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. മോട്ടീവായിട്ട് നമുക്ക് പല കാര്യങ്ങളും പറയാം. മോട്ടീവ് ഉണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള തെളിവുകൾ കൊടുക്കാം, മൊഴികൾ കൊടുക്കാം, ഒക്കെ ചെയ്യാം. അവിടെയും നമ്മൾ ക്ലാരിറ്റി ഉണ്ടാകണം. ഒരു ജഡ്ജിയെ കൺവിൻസ് ചെയ്യാനായിട്ട് ക്ലാരിറ്റി ഉണ്ടാകണം. നമ്മൾ ഇന്ന കേസിൻ്റെ സെൻസേഷനോ അല്ലെങ്കിൽ കേസിൻ്റെ വ്യാപ്തിയേക്കാൾ ഉപരി എവിഡൻസാണ് ഇമ്പോർട്ടൻറ്റ്. എവിഡൻസ് ആ കേൾക്കുന്ന ജഡ്ജിക്ക് കൺവിൻസിങ് ആയിരിക്കണം. അത് കൺവിൻസിങ് അല്ല എന്ന് പറയാനുള്ള അധികാരം അല്ല അവകാശം ആ കോടതിക്കുണ്ട്. ഇത്തരം വിധികൾ പറഞ്ഞ കോടതി വിധികളൊക്കെ തന്നെ അപ്പീൽ സ്റ്റേജിൽ ആ ഫൈൻഡിങ് തെറ്റാണ് എന്ന് കണ്ടെത്തലും ഉണ്ടാകാറുണ്ട്. ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. ഈ കേസിൻ്റെ അപ്പീൽ എടുക്കാൻ പോവുകയാണ്. ഞാൻ ഈ വിധിയുടെ കുറേ പോർഷൻസൊക്കെ വായിച്ച് നോക്കുമ്പോൾ എനിക്ക് എൻ്റേതായ ഒപ്പീനിയൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഈ സ്റ്റേജിൽ അങ്ങനെ ഒരു ചർച്ച നടത്തുന്നത് ഇപ്പോൾ ഇരയ്ക്കെതിരെ പറയുന്നതാണോ അതോ ദിലീപിനെതിരെ പറയുന്നതാണോ എന്ന രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യപ്പെട്ടേക്കാം. അല്ല, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് വിധി നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. നമ്മൾ ജഡ്ജിക്കെതിരെ ഒന്നും പറയുന്നില്ല. നമുക്ക് വിധിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതിൽ ഈ വിധിന്യായത്തിൽ ഞാനും നോക്കിയപ്പോൾ ഈ മോട്ടീവ് ഭാഗമാണല്ലോ എപ്പോഴും ഒരു കൗതുകത്തോടു കൂടി നമ്മൾ നോക്കാറുള്ളൂ ഒരു ഗൂഢാലോചനയിൽ. പിന്നെ ഈ പറഞ്ഞതുപോലെ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ്, ഇവർ തമ്മിൽ നേരിട്ട് നടത്തിയ ഗൂഢാലോചന, പണം കൈമാറൽ, നേരിട്ട് നടത്തിയ ചർച്ച, പണം കൈമാറൽ, അതും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മോട്ടീവിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന മൊഴികളാണ്, ഇരയുടെ ഉൾപ്പെടെയുള്ള മൊഴികളാണ്. അവിടെ കോടതി പ്രധാനമായും എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഈ പറയുന്ന ആളുകൾ, അത് ഇരയാണ്, പിന്നെ അതോടൊപ്പം മഞ്ജു വാര്യർ, സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ്, ഇവർ ഇരയ്ക്കൊപ്പം ഉറച്ചു നിന്ന ആളുകൾ കൂടിയാണ്. ഏതാണ്ട് സമാനമായ മൊഴികൾ തന്നെയാണ് ഇവർ നൽകിയത് ഈ മോട്ടീവിനെ കുറിച്ച്. പക്ഷേ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഈ മൊഴികൾ നൽകിയില്ല, ആദ്യമായി കോടതിയുടെ മുന്നിൽ പറയുകയായിരുന്നു. അത് എന്തുകൊണ്ട് സംഭവിച്ചു? അത് പ്രോസിക്യൂഷൻ്റെ ഒരു വീഴ്ചയാണോ താങ്കൾ കാണുന്നത്? അല്ല, പ്രോസിക്യൂഷൻ്റെ വീഴ്ചയല്ല. ആദ്യമായി കൊടുക്കുന്ന മൊഴികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായി കൊടുത്തു, പ്രത്യേകിച്ച് വിക്ടിമിൻ്റെ മൊഴിയൊക്കെ വളരെ കറക്റ്റായിട്ട് കുറിച്ചെടുക്കുന്നതാണ് ആദ്യത്തെ സ്റ്റേജിൽ. അതിനുശേഷം പിന്നെ കോടതിയിൽ വരുമ്പോൾ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാൻ പാടില്ല എന്നല്ല ഞാനീ പറയുന്നത്. 161 സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ കോടതി ഇത് ചോദിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോടതിക്ക് അതൊക്കെ നോക്കാനുള്ള അവകാശമുണ്ട്. കാരണം എനിക്ക് കൺവിൻസ്ഡ് ആകുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഞാനെന്ന ജഡ്ജിൻ്റെ പൊസിഷനിൽ ഇരിക്കുമ്പോൾ എനിക്ക് കൺവിൻസ്ഡ് ആകണമെങ്കിൽ എൻ്റെ ഒരു സംശയമാണ്, അത് എന്തുകൊണ്ട് ആദ്യം അന്ന് പറഞ്ഞില്ല, അന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും, ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയെക്കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതൊക്കെ വിധി എഴുതി വരുമ്പോൾ, ഒരു എലാബറേറ്റായിട്ട് ജഡ്ജ്മെൻറ്റ് എഴുതുമ്പോൾ ആ നടന്ന ഓരോ സംഭവങ്ങളും അതിനകത്ത് എഴുതിയിരിക്കും. ആ എഴുതി എന്നതുകൊണ്ട് ഇവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. മോട്ടീവിൻ്റെ കാര്യത്തിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 6 പേരെ ശിക്ഷിച്ചല്ലോ. മോട്ടീവിൽ നിന്നും ജനറേറ്റ് ചെയ്ത ഒരു കോൺസ്പിറസി ഉണ്ട്. ആ കോൺസ്പിറസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ കേസിൽ മാത്രമല്ല ഏത് കേസിലും കോൺസ്പിറസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ പ്രധാനപ്പെട്ട പല ട്രയലും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം അത്ര ഈസിയല്ല. കോൺസ്പിറസി ഒരു ക്ലോസ് ഡോറിൽ ആരും അറിയാതെ ഒരു സ്ഥലത്ത് നടക്കുന്നൊരു കാര്യമാണ്. അത് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സാക്ഷികൾ പൂർണ്ണമായും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ പങ്കെടുത്ത ആളുകൾക്ക് മാത്രമേ
എന്താണെന്ന് പറയാൻ പറ്റുമോ? അവരൊക്കെ പ്രതികളാണ്. സാക്ഷികളുടെ സ്റ്റാറ്റസിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന കുറേ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് കോടതികൾ ഒരു കൺക്ലൂഷനിലെത്തും. ആ കോടതിയുടെ ഒരു കൺക്ലൂഷൻ ഇതാണ്: ഡെഫിനറ്റായിട്ടും അപ്പീൽ സ്റ്റേജിൽ ഇത്തരം കാര്യങ്ങൾ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന വാദം നമുക്ക് നടത്താം. അങ്ങനെ ഒരു ആദ്യമേ പറയേണ്ട ആവശ്യമില്ല. 161 അതിനത്ര പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് റെലവൻ്റ് അല്ല. അതുകൊണ്ട് പിന്നെ കോടതി പിന്നീട് പറഞ്ഞതാകാം. പക്ഷെ അതൊക്കെ മോട്ടീവിൻ്റെ കാര്യത്തിലാണ്. അതായത് ഈ പറഞ്ഞ പിന്നെ എന്താ സാക്ഷികൾക്ക്, വിക്ടിമിനായാലും ശരി മറ്റൊരു സാക്ഷിക്കായാലും ശരി, ഈ മീറ്റിംഗ് ഓഫ് മൈൻഡ്സിൻ്റെ പോയിന്റിലുള്ള എവിഡൻസ് കൊടുക്കാൻ കഴിയില്ല. കാരണം അവർ ഡയറക്റ്റ് കാണുന്നില്ലല്ലോ. ഇവർ രണ്ടുപേരും കോൺസ്പിറസി നടത്തുന്നത് കാണുന്നത്. ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് പ്രസൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ പോരാ. ഒരേ സ്ഥലത്ത് ഇവർ 2-3 പേർ ഒന്നിച്ചിരിക്കുന്നു, അല്ല 4-5 പേർ ഒന്നിച്ചിരിക്കുന്നു എന്ന് ആ ലൊക്കാലിറ്റിയിൽ ഉണ്ടായിരുന്നു പറഞ്ഞാൽ പോരാ. അത് കോൺസ്പിറസി ആയി ഒരു മീറ്റിംഗ് ഓഫ് മൈൻഡിൽ എത്തണം. 7 ഇൻസ്റ്റൻസ് അതിന് പറയുന്നുണ്ട്. 6 തവണ ദിലീപിനെ കണ്ടതും 1 തവണ നാദിർ ഷായെ കണ്ടതും. പക്ഷേ ആ 7 എണ്ണവും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറയുകയും ചെയ്തു. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഞാൻ ഈ മോട്ടീവ് തെളിയിക്കുവാനുള്ള മൊഴികളിലേക്ക് അത് വായിച്ച സമയത്ത് തോന്നിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇവിടെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, വിധിന്യായത്തിൽ പറയുന്നുണ്ട്, ഇപ്പോൾ മഞ്ജു വാര്യർ ചില മെസ്സേജുകൾ കണ്ടതാണല്ലോ, ദിലീപിൻ്റെ ഫോണിൽ ചില മെസ്സേജുകൾ കണ്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട്, കാവ്യ മാധവൻ്റേതായിട്ട്. അപ്പോൾ അതിൻ്റെ വർഷം പറഞ്ഞതിൽ പോലും പിന്നീട് മാറ്റി പറയുകയുണ്ടായി എന്ന രീതിയിലുള്ള വിധിന്യായത്തിലൂടെ കടന്നു പോവുകയുണ്ടായി. അപ്പോൾ ഇത് സാക്ഷി കള്ളം പറഞ്ഞതല്ല, പക്ഷേ അത് ഈ സാങ്കേതികമായിട്ട് അതൊരു കോടതിയിൽ തെളിയിക്കേണ്ട രീതിയിലേക്ക് വന്നിട്ടില്ല എന്നാണോ താങ്കൾ കാണുന്നത്? ഞാനൊരു ഉദാഹരണം അത് പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കോടതി. അതിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന പോലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ കൊടുത്ത മൊഴിയല്ല കോടതിയിൽ പറഞ്ഞത്. 161 സ്റ്റേറ്റ്മെൻറ്റിൽ ഇതുണ്ടായിരുന്നില്ല എന്നാണ്. അത് മഞ്ജുവിൻ്റെ കാര്യത്തിലും അങ്ങനെയുണ്ട്, ഗീതുവിൻ്റെ കാര്യത്തിലും സംയുക്ത വർമ്മയുടെ കാര്യത്തിലും ഒക്കെ ഇത് പറയുന്നുണ്ട്. ഇത് തെളിയിക്കാൻ പറ്റാവുന്നതാണ്, വിശ്വാസയോഗ്യമല്ലാതായി പോകുന്നത് എന്തുകൊണ്ടാണ്? ആക്ച്വലി നേരത്തെ സാറ് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒരാളെ വിശ്വാസത്തിലെടുക്കുക എന്നൊരു കാര്യത്തില് പോലീസ് സ്റ്റേഷനിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് പോരാ എന്ന് തോന്നുന്നത് കൊണ്ടും പോലീസിന്റെ അടുത്ത് 3rd ഡിഗ്രി മെത്തേഡ് അടക്കമുള്ള പല പല കാര്യങ്ങളുള്ളത് കൊണ്ടും അത് കോടതിയുടെ മുന്നിൽ പറയുമ്പോഴാണ് അതിന് കൂടുതൽ വിശ്വാസയോഗ്യത എന്നതാണ് പൊതുവെ കോടതി കാണുന്നൊരു കാര്യം. പ്രത്യേകിച്ച് സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്ന കേസുകളാണെങ്കിൽ ഒരു സ്ത്രീ എന്റെ നേരെ ഇന്ന അതിക്രമങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് പോലീസിൽ മൊഴി കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ കാര്യം 164 സ്റ്റേറ്റ്മെന്റ് എടുത്ത്, അതായത് വീണ്ടും കോടതിയിൽ പോയിട്ട് മൊഴി കൊടുത്തിട്ട് അങ്ങനെയും സ്റ്റേറ്റ്മെന്റ് എടുത്ത് ചിലപ്പോൾ ആദ്യം പറയാത്ത പ്രതിയുടെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതടക്കം ഉപയോഗിച്ചുകൊണ്ട് കേസ് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കോടതി തന്നെ പ്രത്യേകമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ഇതിന്റെ പ്രിൻസിപ്പിളാണ് സംസാരിക്കുന്നത്. അതായത് ഒരു സ്ത്രീ പീഡന കേസ് ഉണ്ടാകുമ്പോൾ ഒരു കോടതി പ്രത്യേകമായി സ്ത്രീ കേസ് കേൾക്കാൻ വേണ്ടി മാത്രം ഈ ജഡ്ജിനെ വെക്കുന്നു, ഒരു സ്ത്രീ ജഡ്ജിനെ വെക്കുന്നു, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു നിയമം ആ രീതിയിൽ ചെയ്യുന്നത് ആ വിക്ടിമിന്, അല്ലെങ്കിൽ ആ സർവൈവർ എന്ന് വിളിക്കുന്ന ആ വിക്ടിമിന്, പ്രോസിക്യൂട്രിക്സിന് അത്രയും കൃത്യമായി കോടതിയിൽ നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്.